എന്നെ ആദ്യം മുതൽ നാരായണീയത്തിൽ സഹായിച്ച ശ്രീമതി രാജമുനീഷ് നായർ, ഭഗവാന്റെ കേശാദിപാദ വർണ്ണന എന്ന 100-ാം ദശകത്തെ ആലപിക്കാൻ പോകുന്നു. അമ്മയ്ക്ക് നമസ്കാരം, അമ്മയ്ക്ക് സ്വാഗതം. ഭഗവാന്റെ കേശാദിപാദം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളാൽ യാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീദം നാരദാദേ വിലസതുപനിഷ സുന്ദരീ മണ്ഡലൈശ്ച. അഗ്രേ പശ്യാമി തേജോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പഞ്ചയനത്തിൽ കയറിയിരുന്ന് ഒന്ന് ചരിഞ്ഞു നോക്കി. അവിടെ ഒരു തേജസ്സാണ് കാണുന്നത്. സാധാരണയുള്ളതായ ആ ഭഗവാന്റെ രൂപമല്ല. അപ്പോൾ പറഞ്ഞാണ് അഗ്രേ പശ്യാമി തേജോ. ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ദിവ്യ തേജസ്സാണ് കാണുന്നത്. എങ്ങനെയുള്ള തേജസ്സാണത്? ആ ധ്രുവബാലൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഏതൊരു തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ടുവോ, ധ്രുവന് ദർശനം നൽകിയോ, ആ തേജസ്. ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ 1000-ഓളം വർഷം ആ മുതലയുമായി യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് ഒടുവിൽ ആ ഭഗവാനെ ഭജിക്കാനായി ചെന്താമര പുഷ്പങ്ങളെടുത്ത് മുകളിലേക്കിട്ട് അപ്പോൾ വന്നതായ ആ ഭഗവാൻ, ഗരുഡാരൂഢനായ ആ ഭഗവാന്റെ തേജസ്. പിന്നെയോ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലെത്തി. അവിടെ രത്നമാല മുൻപിലായിട്ട് നിൽക്കണു. രത്നമാല ഈ ഉണ്ണിയെ കണ്ടു. ആ ഉണ്ണിയെ തൻ്റെ മടിയിലിരുത്തി മുല കുടിപ്പിക്കണം എന്ന ഏതൊരു തേജസ്സാണോ ആ രത്നമാലയെ നയിച്ചത്, ആ തേജസ്. അങ്ങനെയുള്ളതായ ആ തേജസ് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ 4 പാടും പരക്കുന്നു. ഇവിടെ മേൽപ്പത്തൂരിന് എങ്ങനെയുള്ള തേജസ്സാണ് കിട്ടിയേ? നിബിഡതര കളായാവലീ ലോഭനീയം. ആ പൂങ്കൊത്തുകൾ, കായാമ്പൂവിൻ്റെ പൂങ്കൊത്തുകൾ ഒന്നിച്ചങ്ങ് ചേർത്ത് വെച്ചാൽ എന്തൊരു തേജസ്സാണോ ഉണ്ടാവുക, ആ തേജസ് ഇതാ മുമ്പിൽ കാണുന്നു. അത് കാണുമ്പോഴേക്ക് ഇതിനെ എന്ത് സംഭവിക്കുന്നു? പീയൂഷാപ്ലാവിതോഹം. മാതൃദത്ത, ഇതാ എൻ്റെ ഉള്ളിൽ ഒരു അമൃതധാര. ദേഹം മുഴുവൻ രോമാഞ്ചമണിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തോന്നുന്നു അമൃതധാര സിരകളിലൂടെ ഒഴുകി എല്ലാ കോശങ്ങളിലും എത്തിയിരിക്കുന്നു. അയ്യോ, ഇതാ എൻ്റെ കാലിൻ്റെ വേദന പോയി. മധുദത്ത, നാം ഇത്രകാലം ചെയ്ത ആ ഭജന ഇതാ സഫലമായി കഴിഞ്ഞു. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. പീയൂഷാ പ്ലാവിതോഹം. നല്ലവണ്ണം നോക്കി, ഭഗവാനെ കാണുന്നില്ല. തദനു തതുതരേ ദിവ്യ കൈശോരവേഷം. ഒരു കിശോരബാലൻ, ദിവ്യനായ ബാലൻ താരുണ്യാവസ്ഥയിലേക്ക് കാലെടുത്ത് കൊടുക്കുകയാണ്. തേജസ്സുള്ളതായ ഒരു രൂപം. ആ രൂപം കണ്ടു.
താരുണ്യാരംഭരമ്യം. പിന്നെ ആരൊക്കെയുണ്ട്? നല്ലവണ്ണം പിൻഭാഗത്തേക്ക് നോക്കി. നാരദാദ്യൈഹി, നാരദൻ, തുമ്പുരു മുതലായവരെ കണ്ണടച്ച് അവരുടെ വീണ വീട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിലായിട്ട് ശ്രീശുകൻ, സനകാദികൾ മുതലായവർ കൈകൂപ്പി ആ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ ആ ഉപനിഷത് സുന്ദരികൾ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ദിവ്യാംബര വിഭൂഷിത ഗാത്രികളായി ആ ഭഗവാന്റെ അവതാരങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നർത്തനം ചെയ്തുകൊണ്ട് നാരദാദ്യൈർ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. എന്താണ് അവരുടെ അവസ്ഥ? പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈ. അവരെല്ലാവരും ഈ ബ്രഹ്മാനന്ദം, പരമാനന്ദം അനുഭവിച്ച് അവരുടെ ശരീരത്തിലും രോമാഞ്ചം വ്യാപിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആ രൂപം ഭട്ടപാദമുനിയുടെ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് മേൽപ്പത്തൂരിന് ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിച്ചത്? ആ 100 ദിവസത്തെ തീവ്രഭജനം, ആ തീവ്രഭജനം കൊണ്ട് അന്ധഃകരണം പരിശുദ്ധമായി, നിർമ്മലമായി. ആ ധ്യാനം കൊണ്ട് അന്ധഃകരണം നിശ്ചലമായി. ആ നിർമ്മലവും നിശ്ചലവുമായ അന്ധഃകരണത്തിൽ ഈ വിധത്തിൽ ആ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു. ഹേ ഭഗവൻ, എപ്രകാരം അങ്ങ് ധ്രുവബാലിനെ അനുഗ്രഹിച്ചുവോ അതുപോലെ ഇതാ എന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ധ്രുവബാലന് ശബ്ദം കൊടുത്തിട്ട് അനുഗ്രഹിച്ച് എൻ്റെ കാലുകൾക്ക് ശക്തിയെ തന്നു. ഞാൻ ധ്രുവബാലിനെ പോലെ അങ്ങേ സ്തുതിക്കട്ടെ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എൻ്റെ എല്ലാ കരണങ്ങളെയും അങ്ങ് ശക്തമാക്കി തീർത്തിരിക്കുന്നു, ശക്തി നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കാലുകൾക്ക്. ഇന്ന് രാവിലെ പോലും എനിക്ക് വേദന അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ യാതൊരു വേദനയുമില്ല. ആ വേദന നിശേഷം മാറി. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? ആചാര്യന്മാർ പറയുന്നു, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ. യോഗികളായിട്ടുള്ളവർ ധ്യാനത്തിലിരിക്കുന്ന ആ സമയത്താണ് ആ ഭഗവാനെ ഈ വിധത്തിൽ കാണുന്നത്. എപ്പോൾ ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നുവോ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ ജീവിതം ധന്യമായി എന്ന് വിചാരിച്ചോളണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്ലോകം 2.